ഇസ്രയേൽ ഇറാൻ യുദ്ധം 60-ാം ദിവസത്തിലേക്ക്. ഇറാനെതിരായ യുദ്ധത്തിന് യുഎസിന് ഇതുവരെ ചെലവായത് $2,500 കോടി. യുഎസ് കോൺഗ്രസിലെ സായുധ സേനാ സ്ഥിരം സമിതിയുടെ തെളിവെടുപ്പിലാണ് പെന്റഗൺ ഉദ്യോഗസ്ഥൻ കണക്കുകൾ വെളിപ്പെടുത്തിയത്. പണമേറെയും ചെലവാക്കിയത് ഇറാനെതിരെ പ്രയോഗിച്ച ബോംബുകൾ അടക്കമുള്ള ആയുധങ്ങൾക്ക്. ആണവടിയിൽ ഉടൻ ഒപ്പുവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇറാന് ട്രംപിന്റെ പുത്തൻ ഭീഷണി. കയ്യിൽ തോക്കും പിടിച്ച് ഇറാന് മുന്നറിയിപ്പ് നൽകുന്ന തന്റെ AI നിർമ്മിത ചിത്രം ട്രംപ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. അമേരിക്കയുടെ നാവിക ഉപരോധ നടപടികൾക്കെതിരെ ഇറാൻ ക്ഷമയ്ക്ക് പരിധിയുണ്ടെന്നും അമേരിക്കയുടെ കടൽക്കൊള്ള തുടരുകയാണെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഭീഷണി. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില റെക്കോർഡ് ഉയരത്തിലേക്ക്. ബ്രന്റ് ക്രൂഡ് വില 7% വർദ്ധിച്ച് ബാരലിന് $125 2022 ശേഷമുള്ള ഉയർന്ന നിലവാരത്തിലാണ് എണ്ണവിലയുള്ളത്. ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധവും ആണവ ചർച്ചയിൽ പുരോഗതിയില്ലാത്തതുമാണ് പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന് കാരണം. ഗ്രീക്ക് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി ഖത്തർ അമീർ. വ്യാപാരം, ഊർജം, പ്രതിരോധം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. ഇരു രാജ്യങ്ങളും വിവിധ മേഖലകളിൽ തുടരുന്ന ബന്ധം ശക്തിപ്പെടുത്താൻ കൂടിക്കാഴ്ചയിൽ ധാരണ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന. പവന് 160 രൂപയും ഗ്രാമിന് 20 രൂപയും കൂടി. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 1,10,480 രൂപയും 1 ഗ്രാം സ്വർണത്തിന് 13,810 രൂപയുമായി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 11,350 രൂപയും പവന് 90,800 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 250 രൂപയിൽ വ്യാപാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.